ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഉസ്താദിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ചിലവിൻ്റെ ദിവസം വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ചിലവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഉച്ചക്കത്ത് ചിലവിനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇതിനെ പറഞ്ഞയച്ചേക്ക് ഞാൻ അടുക്കളയ്ക്ക് നിന്നതാട്ടോ. അപ്പോൾ താത്ത ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അരിയലും മത്തൻ്റെ എല്ലാം നുള്ളലൊക്കെ താത്ത തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കിയാണ്ട് ഒക്കെ തീമക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. ബീഫിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞാനത് തീമക്കാൻ നിൽക്കട്ടെ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളി മസാലകളൊക്കെ ഇട്ടുകൊണ്ട് അത് അടുപ്പത്ത് വെക്കുകയാണ്. ചോറ് വെന്ത അടുപ്പത്ത് തന്നെ അതും കൂടി പെട്ടെന്ന് വെക്കുകയായിരുന്നു കേട്ടോ. അതെല്ലാം അടുപ്പത്താക്കിയപ്പോൾ തന്നെ ഉപ്പ് ഉസ്താദിൻ്റെ ചിലവ് പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെക്കട്ടെ എന്ന് കരുതിയതിന് നിൽക്കാണ്ടിരുന്നു. അത് വെള്ളം വരാൻ വെക്കാമല്ലോ, ഭക്ഷണം ആക്കുമ്പോൾ അതിനകത്ത് വെള്ളം വറ്റിക്കോളൂ എന്ന് കരുതിയിട്ട് അപ്പോൾ അത് പെട്ടെന്ന് കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. പാത്രം മോറൽ കഴിഞ്ഞപ്പോൾ തന്നെ പയറത്തെ വെള്ളം വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് തൂമിച്ചിട്ടെന്ന് കരുതി അതിന് നിൽക്കുമായിരുന്നു കേട്ടോ. ഉപ്പാക്ക് വഴുതനങ്ങപ്പേരി മതി കഞ്ഞിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പയറുപ്പേരി ഉപ്പാക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഉപ്പേരി വെക്കട്ടെ എന്ന് കരുതിയിട്ട് അതിന് നിൽക്കുമായിരുന്നു. ഇടയിലെ ജോലികളൊക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മത്തൻ്റെ തളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രത്തിൽ ചോറാക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ താത്ത ഉപ്പാക്ക് ഇല്ല കഞ്ഞി വിളമ്പി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ഐസു കരഞ്ഞപ്പോൾ ഐസുവിനും കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് ഞാൻ ബീഫ് വരട്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. താളിപ്പ് കറി ഉണ്ടാകുമ്പോൾ ബീഫ് കറി ആക്കേണ്ട വരട്ട പൊരി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലത്തെ ചപ്പാത്തിക്ക് ഉണ്ടാക്കി കൊടുത്ത പോലെ തന്നെ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരടുപ്പത്ത് തക്കാളി ഉള്ളിയും വാട്ടി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് വേഗം പപ്പടം പൊരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പയറുപ്പേരി മധുര താളിപ്പ് അങ്ങനെയൊക്കെ പാത്രത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബീഫ് മാത്രം ആകാനുള്ളായിരുന്നു, ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പ് പള്ളിയേക്ക് പോകുമ്പോൾ ദുഹർ നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ ഉസ്താദിൻ്റെ ചിലവ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. മധുര താളിപ്പും ബീഫ് ഫ്രൈയും പപ്പടവും ചോറും പിന്നെ പയറുപ്പേരിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഉപ്പതും കൊണ്ട് പോവുകയാണ് കേട്ടോ.